2015 ഫെബ്രുവരി 6 മലയാളത്തിൽ നിന്നൊരു കോമഡി ജോണറിലുള്ള സിനിമ തിയേറ്ററിലേക്ക് റിലീസായി. ഒരു പുതുമുഖ ഡയറക്ടറായിരുന്നു, മിഥുൻ മാനുവൽ തോമസ് എന്നാണ് ആ ഡയറക്ടറിൻ്റെ പേര്. അപ്പോൾ പുള്ളി ചെയ്ത ആ സിനിമയുടെ പേര് ആടെന്നായിരുന്നു. തിയേറ്ററിൽ അമ്പേ പരാജയമായി. അതിനുശേഷം OTT റിലീസിന് ശേഷം ആൾക്കാരിലേക്ക് ഈ സിനിമ വലിയൊരു സ്വീകാര്യത നേടുകയും അതിലെ ഓരോ ക്യാരക്ടറിനെയും ആൾക്കാർ നെഞ്ചിലേറ്റുകയും തുടർന്ന് ഈ സിനിമയ്ക്ക് ഒരു സീക്വൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അടുത്തൊരു പാർട്ട് ഞങ്ങൾക്ക് കാണണം എന്നുള്ളൊരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് 2017 ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ട് റിലീസായി. ആദ്യമായിട്ടായിരിക്കാം ഒരു സിനിമ റിലീസായിട്ട് അത് പരാജയമായ ഒരു ചിത്രം അതിൻ്റെ സെക്കൻഡ് പാർട്ട് വന്ന് വമ്പൻ ഹിറ്റായി മാറുന്നത്. ആട് 2 ശേഷം അതേ ടീം വീണ്ടും ഒന്നിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ആട് 3. ഏറ്റവും ലാസ്റ്റത്തെ ഫൈനൽ ചാപ്റ്റർ ആണെന്ന് അവരിപ്പം അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ആട് 3 റിലീസ് മാർച്ച് 19 മാർച്ച് 19 ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, ഒന്ന് ഈ നമ്മുടെ ഈദിൻ്റെ സമയമാണ്, പെരുന്നാൾ സമയമാണ്. ഒരുപാട് റിലീസുകളുണ്ട്. ഒരു ഗംഭീരമായിട്ടുള്ള ഒരുപാട് റിലീസിൻ്റെ ഇടയ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ ആട് 3 എന്ന് പറയുന്നൊരു സിനിമയായിട്ട് വരുന്നത്. ആ ടീമിൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ടോക്സിക് എന്ന് പറയുന്ന സിനിമ അന്ന് റിലീസാണ്. അതുപോലെ തന്നെ ധുരന്തർ സെക്കൻഡ് പാർട്ട് റിലീസാണ്. ഈ സിനിമ റിലീസാകുന്നു. പാരഡൈസ് എന്ന് പറയുന്ന സിനിമ, നാനിയുടെ സിനിമ റിലീസാകുന്നു. അങ്ങനെ തുടങ്ങി വമ്പൻ റിലീസുകളുടെ ഇടയിലാണ് ആട് 3 വരുന്നത്. ആട് 3 അങ്ങനെ നിസാരമായിട്ട് കാണാൻ പറ്റുന്നൊരു സിനിമയല്ല. കാരണം ഇതിൻ്റെ ജോണർ ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവർ. കുറച്ച് പാസ്റ്റ് പ്രസൻറ്റ് ടൈം ട്രാവൽ പരിപാടികളൊക്കെ പിടിച്ചിട്ടുണ്ടെന്നാണ് ഇതിനോടൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചത്. എൻ്റെ ക്യാരക്ടർ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇന്ന് അതിൻ്റെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. നമുക്ക് ട്രെയിലർ എന്തായാലും കണ്ടതിന് ശേഷം കൂടുതൽ വിവരങ്ങളൊക്കെ ഇതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്തതിന് ശേഷം താഴെ കിടക്കുന്ന ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വെൽക്കം ടു സിനി പീഡിക. 3 മിനിറ്റ് 2 സെക്കൻഡിൻ്റെ ഒരു വലിയൊരു ട്രെയിലർ തന്നെയാണ് നമുക്ക് വേണ്ടി ഇവർ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്നത് ജയസൂര്യ, അതുപോലെ തന്നെ നമ്മുടെ സൈജു കുറുപ്പ്, സണ്ണി വെയിന്, ഇന്ദ്രൻ സേട്ടൻ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, വിനായകൻ, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവരുടെ പേര് പറയുന്നതിനെക്കാട്ടിലും ഈ ക്യാരക്ടർ പേരുകളാണ് കൂടുതൽ ഫെമിലിയർ. ഷാജി പാപ്പന്, ഡ്യൂഡ്, നമ്മുടെ അറക്കലബു, അതുപോലെ തന്നെ നമ്മുടെ സർബത്ത് ഷമീർ, സാത്താൻ സേവിയർ, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ കാരണം ഇത്രയും ഫെമിലിയർ ആകാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് പടം ഉണ്ടാക്കി വെച്ചൊരു അടിയുറപ്പാണ്. ആ ഉറപ്പിൻ്റെ മേളിലാണ് ആട് 2 എന്ന് പറയുന്ന സിനിമ വമ്പൻ വിജയമായി മാറുന്നത്. ആട് 3 അതുപോലെ ഒരു വമ്പൻ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും ട്രെയിലർ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം സംസാരിക്കാം. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ കൂടുതൽ സമയം കളയാതെ ലെറ്റ്സ് റിയാക്ട്. ഓക്കെ. യെസ്. എന്താണ് സ്പെഷ്യൽ? ആകാശത്തിനും അപ്പുറത്ത് ഏതോ ഒരു ലോകത്ത് നിന്നാ ഇത് വന്നിട്ടുള്ളത്. അങ്ങനെ ആ കാരണവന്മാരും ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്തോ അജ്ഞാതമായ ശക്തി ഇതിനുണ്ടത്രേ. മൈസൂർ റോക്കറ്റ്. ഇതന്വേഷിച്ച് പല ദുഷ്ടശക്തികളും പല കാലങ്ങളിലും വരും. ഇതിനു വേണ്ടി യുദ്ധങ്ങൾ വരെ നടക്കും. ഈ പുഴയ്ക്ക് പുറകിലൂടെ നാഗത്താം പാലത്തിന്റെ പണി നടക്കാം. നമുക്ക് ഓരോരുത്തരെയായി ഈ മുക്കാലിയിൽ കയറി നിന്ന് അമ്മ ഇത് കൊല്ലാം. മതിയോ? അത് മതി. കാവ്യ ഫിലിം കമ്പനി കൂടി ഉണ്ടല്ലേ, സച്ചിൻ. പാലം പൊളിച്ചിട്ടാണോ നീ കാശുകാരനാകുന്നത്? പാഷാൻ ആളുകൾ വിളിക്കും ഹൈ റേഞ്ചിന്റെ ചിഗുലേരെ. ഇനിയാണ് നമ്മുടെ പ്ലാൻ തുടങ്ങുന്നത്. മ്യൂസിക് വയലൻസ് വേണ്ടാതെ 100 തവണ ഞാൻ പറഞ്ഞു. ഈ വയ്യാത്ത നല്ലതും വെച്ചണ്ട. എനിക്ക് പോരാടാനുള്ള സമയം സമാഗതമാകും. എന്താണ് വരുന്നത്? ഒട്ടി നിൽക്കാതെ 2 അടി മാറി നിന്ന് കൗണ്ട് അവൻ കേൾക്കണം. വേണ്ടി കൊടുത്തിട്ടില്ല. മനസ്സിലായോ സാറേ? ഗ്രാമവാസി
മാൻ, വേറെ ലെവലാട്ടാ. This is my entertainment. എൻ്റെ ബാക്കിൽ ബാങ്കോക്കും മുന്നിൽ മയാമിയുമാണ്. കം ടു ഡാഡി. Come to daddy. No sentiment, no compromise. പുതിയ മുണ്ട് തവണ, പുതിയ ഷർട്ട്. The God 3. One part, വൺ ലാസ്റ്റ് ഡാൻസ് എന്നല്ല കണ്ടത്, അതോ ഫസ്റ്റ് പാർട്ട് എന്നാണ് കണ്ടത്? എന്നിട്ട് വൺ ലാസ്റ്റ് റൈഡ്. യാ, ഓക്കെ 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 വൺ ലാസ്റ്റ് റൈഡ്. 2 പാർട്ടിലെ പടം. ഏടാ ഭയങ്കര, ഇത് പുതിയൊരു അപ്ഡേറ്റ് ആയിപ്പോട്ടാ. അത് കലകി. അപ്പോ ആട് 3 2 പാർട്ടിലാണ് വരാൻ പോകുന്നത്. അത് ഭയങ്കര സംഭവമായി. ലാസ്റ്റ് ഡാൻസ് എന്നും പറഞ്ഞിട്ട്, ലാസ്റ്റ് റൈഡ് എന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് മാർച്ച് 19 റിലീസാകാൻ പോകുന്നത്. അതിൻ്റെ പാർട്ട് 2 എപ്പോഴാണെന്നുള്ളത് അറിയത്തില്ല. ഇതിൽ മേ ബി കണ്ടന്റ് അത്രയും വലുതാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവർ ആദ്യം തന്നെ പറഞ്ഞിരുന്നത് ഇതൊരു വലിയ സിനിമയാണ്, നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കാണ്. ഇതിന് ടൈം ട്രാവൽ ആണോ അതോ പാസ്റ്റ് നടക്കുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഇവരുടെ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യമായിട്ട് കാണിക്കാനാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അറിയില്ല. എന്തായാലും അത്രയും വലിയൊരു സിനിമയും വലിയൊരു സ്കെയിലും ആയതുകൊണ്ട് തന്നെ വലിയ സിനിമയാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് 2 പാർട്ടാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. സർപ്രൈസ് തന്നെയായിരുന്നു സത്യം. വാ, എന്തായാലും ട്രെയിലർ എനിക്ക് ഭയങ്കര ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഓരോ ഷോർട്സ് ആകട്ടെ അല്ലെങ്കിൽ ആ ഒരു പഴയ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളാകട്ടെ അതെല്ലാം ഭയങ്കരമായിട്ട് വർക്കായി. ഷാൻ റഹ്മാൻ തന്നെയാണ് മ്യൂസിക് ആൻഡ് ഒറിജിനൽ തീം ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ഡൗൺ വിൻസെൻ്റ് എന്ന് പറയുന്ന ഒരു പുതിയ ആളാണെന്ന് തോന്നുന്നു. അഖിൽ ജോർജാണ് ചിത്രത്തിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. എഡിറ്റ് ചെയ്യുന്നത് ലിജോ പോളാണ്. പിന്നുള്ളത് നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് തന്നെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. വിജയ് ബാബു ആൻഡ് വേണു കുന്നംപള്ളിയാണ്, ഇവർ രണ്ടുപേരും കൂടിയാണ് നിർമ്മിക്കുന്നത്. കാവ്യ ഫിലിം കമ്പനി. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ അടുത്തൊരു പൂരപ്പറമ്പാക്കാനുള്ള സാധനമായിട്ട് ഒരു വരട്ടെ എന്നാണ് ആശംസിക്കുന്നത്. ഈ ട്രെയിലറിൽ നിന്നും കൂടുതൽ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. കാരണം ഇതൊരു പാസ്റ്റിൽ നടക്കുന്നൊരു സംഭവം കാണിക്കുന്നുണ്ട്, പ്രസൻറ്റ് നടക്കുന്നൊരു കാര്യം കാണിക്കുന്നുണ്ട്. എന്തായാലും ഒരു പർട്ടിക്കുലർ സാധനത്തിന് വേണ്ടി, ഒരു കാര്യത്തിന് വേണ്ടി, കാരണം മുമ്പത്തുള്ള സിനിമയുടെ ആ തീമുകൾ അത് തന്നെയായിരുന്നു. ഒരു പർട്ടിക്കുലർ ഒരു കാര്യത്തിന് വേണ്ടി പുറപ്പെട്ട് അത് നേടാനും അത് പിടിച്ചെടുക്കാനും വേണ്ടി എല്ലാവരുടെയും ഒരു ഓട്ടമാണ്. അപ്പം പാസ്റ്റിൽ നടക്കുന്ന ഒരു കാര്യവും പ്രസൻറ്റിൽ നടക്കുന്ന ഒരു കാര്യവും ലിങ്ക് ചെയ്ത് കാണിക്കാനുള്ള പരിപാടിയായിരിക്കാം മേ ബി ഇവർ ഉദ്ദേശിക്കുന്നത്. പാസ്റ്റിൽ നടക്കുന്ന ഒരു ടൈമിൽ അതേ ഒരു കാര്യത്തിന് വേണ്ടി ആവാം ഈ പ്രസൻറ്റ് കാലഘട്ടത്തിലും എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നതെന്നായിരിക്കും ഇവർ ഉദ്ദേശിക്കാൻ ശ്രമിക്കുന്നത്. മേ ബി അത് ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറായിട്ട്, അതുപോലെ തന്നെ ആ ഒരു ത്രില്ലിങ് മൊമെൻറ്റ്സും ആ ഒരു എന്താ പറയുക, അത് കാണുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ടല്ലോ, അത് നിലനിർത്തിക്കൊണ്ട് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകണം. മിക്സ് ചെയ്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗംഭീരമായിട്ടൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. എന്തായാലും സെക്കൻഡ് പാർട്ടിലേക്ക് വെച്ചത് കൊണ്ട് തന്നെ ഉറപ്പിക്കാൻ സാധിക്കും അതിൻ്റെ കണ്ടന്റ് വൈസ് ഇത് കുറച്ച് വലുത് തന്നെയാണ്. ഫോഴ്സ്ഫുള്ളി ഇതിനെ അടുത്തൊരു പാർട്ടിലേക്ക് തള്ളിതാവാൻ ചാൻസ് കാണുന്നില്ല. കാരണം അത്തരത്തിലുള്ളൊരു റൈറ്റർ അല്ല മിഥുൻ മാനുവൽ. സോ ഇത് ജെനുവൻലി പടത്തിന് വലിപ്പം കൂടുതലുകൊണ്ട് തന്നെ ആവാം ഇതിനെ ഒരു അടുത്ത പാർട്ടിലേക്ക് വെച്ചിട്ടുള്ളത്. ഇനി അതും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞോ ഇനി ഷൂട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. എന്തായാലും ലെറ്റ് സി. നമുക്ക് ക്യാപ്റ്റൻ ക്ലീറ്റസ്, ഷാജി പാപ്പൻ ടീംസിനെ എല്ലാവരെയും നമുക്ക് കാണാം. പഴയുള്ള ആൾക്കാരെ എല്ലാവരും ഇതിൻ്റെ അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. പണ്ടത്തെ കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഇല്ല. നമ്മുടെ മാമുക്കോയ ഇപ്പം ഇല്ല. അപ്പോൾ ആടി 2-ലുണ്ടായിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷേ അവരൊന്നും ഇല്ല ഇപ്പം. എന്നാലും നമ്മളെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ഒക്കെ ഉള്ള ആൾക്കാരെല്ലാവരും ഇതിനകത്ത് അണിനിരന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് സിനിമ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. മാർച്ച് 19 പടം റിലീസാകുമ്പോൾ ഫസ്റ്റ് ഷോ തന്നെ ഞാനത് പോയി കാണും. ആട് 3 കണ്ടതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള ഏത് സിനിമയും ഞാൻ കാണത്തുള്ളൂ. അതൊരു വാശിയാണ്. ആട് 3 ഫസ്റ്റ്, അതിനുശേഷം ദുരന്തർ 2 കാണും. ദുരന്തർ 2-ന് ശേഷം ടോക്സിക് കാണുന്നതായിരിക്കും. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പാരഡൈസ് അതിന് ശേഷം കാണാം എന്നുള്ളൊരു കാര്യത്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും
ട്രെയിലർ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ റിവ്യൂ അല്ല റിയാക്ഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.